ഈ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഈ മൊബൈലിൽ കാണുന്ന സകല വീഡിയോസും, അതായത് ഒരുത്തൻ എനിക്ക് ഏറ്റവും അരോചകമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ്റാണ് നന്മ കണ്ടൻറ്റുകൾ, നന്മമരം കണ്ടൻറ്റുകൾ. ഒരു പാവം പിടിച്ചവനൊരുത്തൻ റോട്ടിയിരിക്കുന്നു, അവനോട് പോയൊരുത്തൻ സംസാരിക്കുന്നു, എന്താ മോനെ പണി? അത് ഞാൻ ചേട്ടാ ഞാൻ ഇന്ന ജോലി ചെയ്ത് ജീവിക്കുക, അല്ല ഇന്ന ലോട്ടറി വിറ്റ് ജീവിക്കുക. ആണോ? നിൻ്റെ ഈ ലോട്ടറി മൊത്തം ഞാനിങ്ങ് മേടിക്കുവാടാ മോനെ. എന്നിട്ട് ആ ലോട്ടറി മേടിക്കുന്നു. വാ, ഞാൻ നിന്നെ വെറുതെ വിളിച്ചതാ, വാ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫുഡ് കഴിക്കാം. അവിടെ പോകുന്നു, അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നു, അവന് ഫുഡ് മേടിച്ചു കൊടുക്കുന്നു. ദാ ഈ ഷർട്ട് കൂടെ പിടിക്കുക, ഈ ഷർട്ടിൻ്റെ പരസ്യം കാണിച്ചുകൊണ്ടുള്ള, ഈ കടയുടെ പരസ്യം കാണിച്ചുകൊണ്ടുള്ള സാധനം ഇവന് കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്ത് മില്യൺസ് മ്യൂസിക് ഇട്ടിട്ട് അടിയിൽ കമൻറ്റ് നോക്കുമ്പോൾ മില്യൺസ് വ്യൂസും ലക്ഷക്കണക്കിന് ലൈക്കും. കമൻറ്റ് സെക്ഷനാണെന്നുണ്ടെങ്കിൽ ഇവൻ ജനിക്കാതെ പോയ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ യേശുക്രിസ്തുവോ സത്യസായി ബാബയോ എനിക്കറിയാൻ വയ്യ, എങ്ങനെ സമൂഹത്തിൽ ഇവരുടെയൊക്കെ പുനർജന്മമായിട്ടാണ് ഈ ഊളകളെ കാണുന്നത്. എന്താ കാര്യം? ഇത് സത്യമാണെന്നാണ് ഇവരുടെ വിചാരം. ഇത് ഇവൻ ക്യാമറയും വെച്ച് ഏർപ്പാടാക്കി മറ്റേ പയ്യനോട്, അതുപോലെ അങ്ങനെ പലതും. ഇപ്പം നിങ്ങൾ പ്രൊമോഷൻ ആണെങ്കിൽ കാണുന്നത് ഒരു പ്രൊമോഷൻ രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു പാവപ്പെട്ട ഒരു അതായത് ദൈന്യത പാവപ്പെട്ടവൻ്റെ അവസ്ഥ ഇവിടെ പോയി ആ വീഡിയോ എടുത്ത് അവൻ എന്തെങ്കിലും ഒരു ചില്ലറ കൊടുത്ത് അത് വലിയ നന്മയാക്കി അവതരിപ്പിച്ച് വലിയ നന്മപരം ചമയുന്ന ആൾക്കാർ കാണിക്കുന്നതെല്ലാം സത്യമാണെന്നാണ് നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സമൂഹത്തെ സംബന്ധിച്ച് ഈ മൊബൈൽ സ്ക്രീൻ, കാരണം ഇവൻ്റെ പ്രശ്നം അറിയോ, ഈ കാണുന്നത് ഇവൻ്റെ കണ്ണിലൂടെ റോട്ടിൽ കാണുന്നത് പോലെ കാണുന്നത്. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കണ്ണായിട്ട് മാറും, പ്രേക്ഷകൻ്റെ കണ്ണായി ക്യാമറ മാറും. അപ്പം നേരിൽ കാണുന്ന രീതി കാണുകയാണ്, അല്ലാതെ അതൊരുത്തൻ്റെ പ്രീ പ്ലാൻ പരിപാടിയാണെന്ന് ചിന്തിക്കത്തില്ല. അതെല്ലാവരും കൂടെ ഒരു കുഴപ്പമാണത്.